നാഗപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയെന്ന കേസിൽ ഡോക്ടർ ശ്രീകുട്ടിക്ക് ജാമ്യം അനുവദിച്ചത് കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. കേസിലെ രണ്ടാം പ്രതിയാണ് ശ്രീകുട്ടി. നടൻ സിദ്ദീഖിന് മുൻകൂർ ജാമ്യം, 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞ് സുപ്രീം കോടതി. ജാമ്യം കർശന ഉപാധികൾ വിചാരണ കോടതി തീരുമാനിക്കും. ജാമ്യം പരാതിയിലെ കാലതാമസം കണക്കിലെടുത്ത കാലതാമസത്തിന്റെ പേരിൽ നീതി നിഷേധിക്കാൻ പാടില്ലെന്ന് മന്ത്രി ആർ ബിന്ദു. സംവിധായകൻ ബാലചന്ദ്രമേനോനും ജാഫർ ഇടുക്കിക്കുമെതിരെ പീഡന പരാതി. ആലുവയിലെ നടി പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകി. ഹോട്ടലിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന നടി. പരാതിയുടെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന്. MM ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ആശുപത്രി സമിതിയുടെ ഹിയറിംഗിൽ അപാകതയുണ്ടെന്ന് കോടതി. പ്രിൻസിപ്പൽ ഉപസമിതിയെ വച്ചതിൽ കോടതിക്ക് അമർഷം. വീണ്ടും ഹിയറിംഗ് നടത്തിയേക്കും. കേസ് വ്യാഴാഴ്ച പരിഗണിക്കും. മലപ്പുറത്തെ പൊതുയോഗത്തെ ജനം വിലയിരുത്തട്ടെയെന്ന PV അൻവർ MLA. താൻ വിചാരിച്ചാൽ 25 പഞ്ചായത്തുകളിൽ LDFന് ഭരണം നഷ്ടമാകുമെന്നും അവകാശവാദം. വിവാദങ്ങൾക്കിടെ വൈകിട്ട് കോഴിക്കോട്ടും അൻവർ പങ്കെടുക്കുന്ന പൊതുയോഗം CPMനെ ബാധിക്കില്ലെന്ന LDF കൺവീനർ. അൻവറിന്റെ ഉടമസ്ഥതയിലായിരുന്ന പാർക്കിലെ തടയണ പൊളിക്കാൻ നടപടി തുടങ്ങി. CPIM RSS ബന്ധമെന്ന ആരോപണത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി. പിന്നിൽ സ്വർണം ഹവാലക്കടത്തുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിയിൽ അസ്വാരസ്യം. RSSനോട് പാർട്ടിക്ക് മൃദു സമീപനമെന്ന ആരോപണം വ്യാജമെന്നും പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ദി ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ.